എറണാകുളത്ത് ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. മോശമായി പെരുമാറി യുവാവെന്നാരോപിച്ച് യുവതി ബിയർ കുപ്പി കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു. കതിർക്കടവ് ഇടശ്ശേരി ബാറിലാണ് സംഘർഷമുണ്ടായത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, നേരത്തെ തന്നെ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലമാണ് ഈ ഇടശ്ശേരി ബാർ. അവിടുത്തെ ഒരു റെസ്റ്റോ ബാറിലൊക്കെ വലിയ രീതിയിലുള്ള സെലിബ്രിറ്റി സാന്നിധ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ ഇങ്ങനെ ഒരു അടിപിടിയിലേക്കും ബിയർ കുപ്പി കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നടപടികൾ എന്താണ്? പോലീസ് ഇതുവരേക്കും കേസ് എടുത്തിട്ടില്ല. പകരം പെൺകുട്ടി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടി പറയുന്നത് പ്രകാരം ഇന്നലെ ഇടശ്ശേരി ബാറിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ തന്നെ ഒരു റെസ്റ്റോ ബാറുണ്ട്, മില്ലേനിയം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ DJ പാർട്ടി നടക്കുമ്പോഴാണ് ഈ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള യുവാവ് യുവതിയോട് മോശമായി പെരുമാറുകയും ശരീരത്തിൽ കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കയ്യിൽ ഉണ്ടായിരുന്ന ബിയർ കുപ്പിയെടുത്ത് യുവാവിൻ്റെ കയ്യിലും കഴുത്തിലുമൊക്കെ അടിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. എന്തായാലും യുവാവിൻ്റെ ഈ പരിക്ക് അത് ഗുരുതരമല്ല, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. യുവാവ് എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് എന്തായാലും യുവതി അത്തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായി പരിശോധിച്ച ശേഷം കേസെടുക്കാമെന്നാണ് പോലീസിന്റെ നടപടി. യുവതിക്കെതിരെ മോശമായി പെരുമാറിയ രീതി കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുവാവിനെതിരെയും കേസെടുക്കാനാണ് സാധ്യത. യുവതി പരാതി നൽകിയിട്ടുണ്ട് യുവാവിനെതിരെ. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവാവ് ഈ ഒരു ബാറ് അതിനെതിരെ മുമ്പും തന്നെ പല പരാതികളും ഉയർന്നിരുന്നു. ഇതിനു മുൻപ് അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിരന്തരമാണ്. അങ്ങനെ പോലീസ് ഒരു ഘട്ടത്തിൽ ഇതിനെ അടച്ചു പൂട്ടിയ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടൊക്കെ പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ ഈ ഒരു ബാർ തുറന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഈ ബാറിലുണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ഇവരെ പറ്റി, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നവമി ലഭ്യമാണോ? ഈ സ്ത്രീ എവിടുത്തുകാരിയാണ്? എങ്ങനെയാണ് ഇങ്ങനൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? ആ സമയത്ത് വലിയ തിരക്കുള്ളൊരു സമയം തന്നെയാണല്ലോ. ഇന്നലെ ഒരു വീക്കെൻഡ് നൈറ്റാണ്, അപ്പോൾ സ്വാഭാവികമായി തിരക്കുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ആ സാഹചര്യത്തെ പറ്റി നമുക്ക് അറിയാവുന്ന? ഇത് എപ്പോഴായിരുന്നു ഉണ്ടായത്? എന്തൊക്കെയാണ് നമുക്ക് അതേപ്പറ്റി അറിയാവുന്നത്? ഇത് ഏകദേശം രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. നിരവധി സെലിബ്രിറ്റികളടക്കം വരുന്ന ഒരു ബാർ കൂടിയാണ്, റെസ്റ്റോ ബാർ കൂടിയാണ്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ നടന്റെ മകനും, ആ മകനും നടനാണ്. ആ മകനും ഒപ്പം തന്നെ മലയാളത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പോലീസ് വന്നതിനെ തുടർന്ന് ഇവർ നേരത്തെ അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും DJ പാർട്ടി പോലീസ് എത്തിയതിനു ശേഷം നിർത്തിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ കപ്പിൾ എൻട്രി അടക്കം നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് തിരക്കുള്ള ഒരു ബാർ തന്നെയാണ്. അവിടെ ഈ ഇടയ്ക്കാണ് അവിടെ ഒരു പുതുക്കി പണി നടന്നത്. അതിൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതിൻ്റെ ഒരു പുതുക്കി പണിയിലും അതിനുശേഷം ഉണ്ടാകുന്ന ആളുകളുടെ തിരക്കുമൊക്കെ വലിയ ശ്രദ്ധ നേടിയ ഒരു ബാർ കൂടിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു ജീവനക്കാരൻ്റെ നേരെ വെടിവെപ്പ് വരെ ഉണ്ടായ, ഇതുപോലെ അവിടെ എത്തിയ ഒരു ബാറിലെത്തിയ ഒരാൾ അവിടെയുള്ള ജീവനക്കാരനുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് അയാളെ വെടിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പരിക്കേറ്റ് ജീവനക്കാരൻ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ബാറിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിനൊരു കൃത്യമായി ഇതിനെ തടയുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടി കർശനമാക്കാൻ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നൊരു ആരോപണവും കൂടി ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതി പറയുന്നത് പ്രകാരം യുവതിക്കെതിരെ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ച് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ആക്രമിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇവർ രണ്ടുപേരും, ഈ യുവതി ഉദയംപേരൂർ സ്വദേശിയും ഈ യുവാവ് തൊടുപുഴ സ്വദേശിയുമാണ്. കൊച്ചിക്കാർ മാത്രമല്ല
ഈ ബാറിലേക്ക് എത്തുന്നത്. നിരവധി ജില്ലയിലെ പുറത്തുനിന്നുള്ളവരൊക്കെ ഈ ബാറിലേക്ക് എത്തുന്നുണ്ട്, സുഹൃത്തുക്കളുമായി എത്തുന്നുണ്ട്, അല്ലെങ്കിൽ കപ്പിൾ ആയി എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരു ബാർ കൂടിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ രൂപമാറ്റമൊക്കെ വന്ന സാഹചര്യത്തിൽ അത് സോഷ്യൽ മീഡിയയിലടക്കമൊക്കെ വലിയ വൈറലായ ഒരു റെസ്റ്റോ ബാർ കൂടിയാണ് ഈ മില്ലേനിയം. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായത്. പോലീസ് എന്തായാലും അവിടെ എത്തി ഇന്നലെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ അടക്കം മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവതിയുടെ മൊഴി കൂടി പരിശോധിച്ച് യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് പോലീസ് തീരുമാനിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെയാണ് എടശ്ശേരി ബാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് എന്തായാലും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്.